السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്നും അല്പമെങ്കിലും പഠിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഒപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം ദീനിന്റെ മജ്ലിസിന് വേണ്ടി നാം പുറപ്പെടുന്നതിനും പരിശ്രമിക്കുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെത്ര നിസാരമായ പരിശ്രമമാണെങ്കിലും ശരി, എത്ര ലളിതമായ പരിശ്രമങ്ങളാണെങ്കിലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ നിയ്യത്തിലേക്കാണ്, നാം ചെയ്യുന്ന ആ പരിശ്രമത്തിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എളുപ്പമാക്കി നൽകും എന്നുള്ളതാണ്. കാരണം ഇത്തരം മജ്ലിസുകളിൽ, അല്ലാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ദുനിയാവിന്റെ എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ വെട്ടിപ്പിടിക്കുന്ന വിഷയങ്ങളെ കുറിച്ചല്ല, സമകാലിക രാഷ്ട്രീയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊന്നുമല്ല. അതെല്ലാം അതിൻ്റെതായ ആവശ്യമായ തോതുകളിൽ നമുക്ക് വേണ്ടതാണ് താൻ. പക്ഷേ ഇത്തരം ഇൽമിന്റെ മജ്ലിസുകളിലുള്ള പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. നാളെ നാം എല്ലാം മരിച്ചു പോകുന്നതാണ്. മരിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. നാം ഈ കൂടിയിരിക്കുന്ന ഓരോ ആണും പെണ്ണും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവധി കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ളതുമാണ്, നമുക്കറിയില്ല എന്ന് മാത്രം. ആ മരിച്ചു ചെല്ലുന്ന സമയത്ത് നമുക്ക് രണ്ടാമൊരു രീതി മാത്രമേ അവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ സ്വർഗീയ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ കത്തിയാളുന്ന നരകമായിരിക്കും. അവിടെ രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തണം എന്ന അതിയായ ആഗ്രഹമുണ്ട് നമുക്കെല്ലാവർക്കും. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ചർച്ച ചെയ്യുന്നിടത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ദീൻ ചർച്ച ചെയ്യുന്നിടത്ത് അതിന്റെ വിഷയം അതാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഇത്തരം ഇൽമിന്റെ മജ്ലിസിലേക്ക് ആരെങ്കിലും ഒക്കെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് പുറപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സ്വർഗത്തിന്റെ വഴി അവൻ എളുപ്പമാക്കി നൽകിയിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചത്. അതുകൊണ്ട് എപ്പോഴും നമുക്കതൊരു പ്രേരണയാകേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റെല്ലാ തിരക്കുകളും ഒഴിവാക്കി അതിനുവേണ്ടി പുറപ്പെടുക എന്നുള്ളത് ഈ ഒരൊറ്റ നിയ്യത്ത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ സ്വർഗത്തിന് എളുപ്പമാകുന്ന ഒരല്പമെങ്കിലും, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു മജ്ലിസിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ചെറിയൊരു വിജ്ഞാനമായിരിക്കാം, ഒരരവരിയായിരിക്കാം നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കാരണഹേതുവായി തീർന്നത് ചിലപ്പോൾ ഒരു ചെറിയൊരു കലിമത്തായിരിക്കാം, ചെറിയൊരു പദമായിരിക്കാം, സംസാരമായിരിക്കാം. അത് സഹോദരങ്ങളെ, നമ്മൾ പലർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും. പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ചിലപ്പോൾ ഏതെങ്കിലും ചെറിയൊരു സംസാര ശകലം കേട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം കൂടി പറഞ്ഞിട്ടുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഭൂമിയിൽ നിന്നും നമുക്ക് അനുഭവിച്ചറിയാവുന്ന പ്രകടമായ അടയാളമാണ് യുഫഖിഹു ഫിദ്ദീൻ, അവന് ദീനിൽ വിജ്ഞാനം നൽകും എന്നുള്ളതാണ്. ഇതിനെ പണ്ഡിതന്മാർ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, മൻ ലാ യുരിദില്ലാഹു ബിഹി ഖൈറൻ ലം യുഫഖിഹു ഫിദ്ദീൻ. ആർക്കാണോ അല്ലാഹു ഖൈർ ഉദ്ദേശിക്കാത്തത്
അവൻ ദീനിൽ നിന്ന് ഒരു ഓഹരിയും ഒരു വിജ്ഞാനമോ നൽകുകയില്ല എന്നാണ്. അള്ളാന്റെ ദീൻ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അവസരം കാണുകയാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് അള്ളാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചതിന് ലക്ഷണമായിരിക്കാം. അതെപ്പോഴും വേഗം തേടിപ്പിടിക്കാൻ ശ്രമിക്കുക. അള്ളാഹു താല ചോദിച്ചല്ലോ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരിക്കലും സമമാകുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, എത്ര വ്യത്യസ്തങ്ങളായ മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്തത് കാരണത്താൽ അവർ വ്യത്യസ്തങ്ങളായ വഴികേടിലാണുള്ളത്. ബഹുഭൂരിപക്ഷം ആളുകളും വ്യത്യസ്ത വഴികേടിന്റെ മാർഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഈ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ആ വഴിയിൽ നിന്ന് മാറി രക്ഷയുടെ വഴിയിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരും ഈ ദീനിനെ കുറിച്ച് അറിവില്ലാത്തവരും സമമാകുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സൃഷ്ടിച്ചത്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ചർച്ചാ വിഷയമായി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്, ജീവിതത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ എന്ന പല ബാലിശമായ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ജീവിതത്തിന് അങ്ങനെ പ്രത്യേകമായ വല്ല ലക്ഷ്യവുമുണ്ടോ? അങ്ങനെ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല എന്ന് പറയുന്ന വാദക്കാർ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്തെന്ന് അറിയാത്ത അനേകം പേർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലേ? അതല്ല, ഇത് ഒരു ജീവിതമാണോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലേ? എല്ലാവർക്കും തോന്നിയതുപോലെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചാൽ മതിയോ? സഹോദരങ്ങൾ, നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അതാണ്. നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിന് ഒരു പ്രസക്തി ഇല്ല എങ്കിൽ, ഒരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ നന്മകൾക്ക് എന്താണ് പ്രസക്തി? ആളുകൾ നന്മകൾ ചെയ്യാൻ മുഴുവൻ മനുഷ്യരും ഐക്യകണ്ഠേന അവർ അംഗീകരിക്കുന്ന കാര്യമാണ് നന്മകൾ ചെയ്യണമെന്നുള്ളത്. ഓരോരുത്തരും ചെയ്യുന്ന നന്മകൾ വ്യത്യസ്തമാണെങ്കിലും ചില പാവങ്ങളെ സഹായിക്കരുത് എന്ന് പറയുന്ന ആരുമില്ല, പറയാത്തവരായി ആരുമില്ല, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകൾ ആളുകളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. വലിയ വലിയ തിന്മകൾ സമൂഹം എല്ലാവരും അംഗീകരിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. ഒരാളെ, ഒരു സാധുവിനെ അന്യായമായി ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ആ നിലക്ക് പ്രയാസപ്പെടുത്തുന്നതൊന്നും ആരും ഇഷ്ടപ്പെടാറില്ല. ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരം നന്മകൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താ? ഈ ജീവിതത്തിന് ലക്ഷ്യമില്ലെങ്കിൽ ചില തിന്മകളെ നമ്മൾ വെറുക്കുന്നത് എന്തിനാണ്? നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്? എന്തിനാണ് നമുക്ക് ചുറ്റുമുള്ള സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നത്? ജീവിതത്തിന് ലക്ഷ്യമില്ലെങ്കിൽ ഇന്നതേ ചെയ്യാവൂ, ഇന്നതൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നത് എന്താ? സഹോദരങ്ങൾ, ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ, ഓരോ മനുഷ്യരുടെയും അവരുടെ ഹൃദയത്തിലുള്ള ശുദ്ധ പ്രകൃതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. ഈ ജീവിതം വെറുതെ ഉള്ളൊരു കാര്യമല്ല. ഈ ജീവിതം വെറുതെയുള്ള കാര്യമല്ല. കാരണം അങ്ങനെ വെറുതെ ആയിരുന്നെങ്കിൽ ഇവിടെ അതിക്രമങ്ങൾ ചെയ്താലെന്ത്? സഹായങ്ങളും പരോപകാരങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നമായിട്ടുള്ളത്? നന്മകൾ ചെയ്ത ആളുകളും തിന്മകൾ ചെയ്യുന്ന ആളുകളും തമ്മിൽ എന്താണ് പ്രശ്നം? ഒരുപാട് ആളുകൾ തിന്മകൾ ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നു. പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. ഇങ്ങനെയേ ജീവിക്കാവൂ, നാടിന്റെ നിയമങ്ങൾ അംഗീകരിക്കണം, നാടിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ ജീവിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പറയേണ്ടതില്ലല്ലോ. കാരണം ഒരു പ്രത്യേക ലക്ഷ്യമില്ലെങ്കിൽ എല്ലാവർക്കും തോന്നിയതുപോലെ സഹോദരങ്ങളെ ജീവിക്കാമല്ലോ. അപ്പോൾ ഈ ജീവിതത്തിന് ലക്ഷ്യമുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ വ്യഥാ സൃഷ്ടിച്ചതാണെന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളൊന്നും എന്നിലേക്ക് മടങ്ങുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു പ്രവർത്തനം തന്നെ കാര്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ല എന്നവർ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയാൾ പ്രയത്നങ്ങൾ മുന്നോട്ട് വെക്കുന്നു, അതിനൊരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ പൊതുവെ അയാളെ കളിയാക്കുന്നതായിരിക്കും. അയാൾ എന്ത് വിവരക്കേടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതായിരിക്കും. ഒരാൾ കഷ്ടപ്പെട്ടു ഒരു മല കയറുകയാണ്, പ്രയാസപ്പെട്ട് മല കയറുകയാണ്, അവിടെ എത്തിയതിനു ശേഷം അയാൾ ഒന്നും ചെയ്യാനില്ല, അയാൾ തിരിച്ചിറങ്ങി വരുന്നു. ആളുകൾ പറയും, ഇയാൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്, ഒരു ലക്ഷ്യമില്ലാതെ എന്തിനാണ് ഈ പണിയെടുക്കുന്നത് എന്നെല്ലാം ഒരു ബുദ്ധിയുള്ള ആളുകളൊക്കെ ചിന്തിക്കും. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ ഉദാഹരണം, അള്ളാഹുവിനാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ
റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ നമുക്ക് ഇങ്ങനെ പടച്ചു തന്നിരിക്കുന്നു. രാപ്പകലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ മനുഷ്യനും ജീവിക്കുന്നത് തന്നെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് അവന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അവന്റെ ശൈശവവും ബാല്യവും യുവത്വം അങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയാണ് എത്തുന്നത്. മനുഷ്യൻ അവന്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ, സ്വശരീരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വൈവിധ്യങ്ങളും മറ്റുമൊക്കെ അവന് കാണാൻ സാധിക്കും. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചത് വെറുതെയാണ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മോശം വിചാരിക്കുന്ന ഒരാൾക്കല്ലാതെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാണുന്നതെല്ലാം, ഈ വൈവിധ്യങ്ങളായ കാര്യങ്ങളെല്ലാം, സങ്കീർണമായ കാര്യങ്ങളെല്ലാം പടക്കപ്പെടുകയും സംവിധാനിക്കപ്പെടുകയും ചെയ്തത് ഒരു പ്രത്യേക ലക്ഷ്യമില്ല എന്നൊരാൾ ചിന്തിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത്രയും ബുദ്ധിശൂന്യമായ കാര്യമാണ്. എന്തിനാണ് ഇത്ര വലിയ ഭൂമി, എന്തിനാണ് ഇത്ര വലിയ ആകാശങ്ങൾ, ഗോളപഥങ്ങൾ, ഇതിലൊക്കെ സഞ്ചരിക്കുന്നു, പലതും സംഭവിക്കുന്നു. ഓരോ ചെറിയ ഒരു സൃഷ്ടിപ്പിനെ എടുത്ത് നോക്കിയാൽ തന്നെ അത്ഭുതം നിറഞ്ഞ ലോകമാണ് ഓരോന്നിനും ഉള്ളത്. ഇതെല്ലാം കാണുമ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചുണ്ടായി വെറുതെ അങ്ങനെ നശിച്ചു തീരുകയാണ് എന്ന് സഹോദരങ്ങളെ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ആകാശഭൂമികളെ കുറിച്ച്, രാപ്പകലുകൾ മാറി വരുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറഞ്ഞത്. കാരണം അതൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊന്നും വെറുതെയല്ല. ഇത്ര കൃത്യമായി സൂര്യൻ ഉദിക്കുന്നതും ഇത്ര കൃത്യമായി സൂര്യൻ അസ്തമിക്കുന്നതും അങ്ങനെ മനുഷ്യന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കപ്പെട്ടതും ഇതൊന്നും വെറുതെ യാദൃശ്ചികമായി ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയും സങ്കീർണമായ കാര്യങ്ങൾ ഒരിക്കലും തന്നെ യാദൃശ്ചികമായി ഉണ്ടാവുകയില്ല. ഇതിന്റെ പിന്നിൽ ആരോ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്. അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച, ലോകത്തെ നിയന്ത്രിക്കുന്ന, ലോകത്തെ പരിപാലിക്കുന്ന റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ഈ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അമ്പിയാക്കളിലൂടെ, മനുഷ്യരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത നബിമാരിലൂടെ വളരെ കൃത്യമായി അറിയിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചത്, നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ച് നിങ്ങൾക്ക് തോന്നിയതുപോലെ തിന്നും കുടിച്ചും തോന്നിയതുപോലെ ഇങ്ങനെ ജീവിച്ച് അങ്ങനെ ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ഈ പ്രകൃതിയുടെ സൃഷ്ടാവിന്റെ നിയമങ്ങളെ ഒന്നും മനസ്സിലാക്കാതെ അതൊന്നും അനുസരിച്ച് ജീവിക്കാതെ അങ്ങ് ജീവിച്ചാൽ നിങ്ങൾക്ക് അങ്ങ് രക്ഷപ്പെടാൻ സാധിക്കും, നമ്മുടെ അടുക്കിലേക്ക് മടങ്ങി വരികയും നമ്മുടെ വിചാരണയൊന്നും നേരിടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചോദിക്കുകയാണ്. അവൻ ഒരിക്കലും തന്നെ യോജിക്കാത്തതായ കാര്യമാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശ് അൽ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്, അവൻ മഹത്തായ അർശിന്റെ ഉടയവനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇതൊന്നും യോജിക്കുകയില്ല. അവൻ ഉന്നതനായിരിക്കുന്നു. ഇതൊക്കെ വെറുതെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും അവൻ ഉന്നതനായിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖന അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചത്, അതിനിടയിലുള്ള കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചത് ഇത് തമാശയായിക്കൊണ്ടല്ല, കളിയായിക്കൊണ്ടല്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശഭൂമികളെ പടച്ചത് യഥാർത്ഥ സത്യം കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഭൂമിയിലുള്ള അധിക ആളുകളും ഇതൊന്നും ചിന്തിക്കുന്നില്ല. പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ചോ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അവന്റെ ചെറിയ എട്ടാവട്ട ജീവിതത്തിൽ അവന്റെ ആസ്വാദനങ്ങളുടെ പിന്നാലെ മാത്രം പോകുന്ന ജീവിതമാണ് പലരും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുശ്രിക്കുകളെ കുറിച്ച് അവരിങ്ങനെയാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ ഖലഖന അസ്സമാഇ വൽ അർദ വമാ ബൈനഹുമാ ബാതില. നാം ഒരിക്കലും തന്നെ ആകാശഭൂമികളെയോ അതിനിടയിലുള്ള കാര്യങ്ങളെയോ യഥാ സൃഷ്ടിച്ചതല്ല, നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ذلك ظن الذين كفروا. യഥാർത്ഥത്തിൽ കാഫിറുകളുടെ ചിന്തയാണത്, സത്യനിഷേധികളുടെ ചിന്തയാണത്. ഫവൈലുൻ ലില്ലദീന കഫറൂ മിനൻ നാർ. അതുകൊണ്ട് തന്നെ സത്യനിഷേധികൾക്ക് നരക ശിക്ഷയാൽ മഹാനാശമാണുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അം നജ്അലുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. നാം അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകളെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയും ഒരുപോലെ ആക്കുമോ? അം നജ്അലുൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളെയും കൽ ഫുജ്ജാർ, ധിക്കാരികളെ പോലെ ആക്കുമോ? ഒരു രണ്ടു പേർക്കും ഒരേ നിയമമായിരിക്കുമോ? സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇന്ന് പലസ്തീന്റെ മണ്ണിൽ എത്രയോ സാധുക്കളായ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം പോലും ലഭിക്കാതെ, കൃത്യമായ ചികിത്സ പോലും ലഭിക്കാതെ അങ്ങനെ ദിനം പ്രതി നരകിച്ച ജീവിതം അവർക്ക് ജീവിതം അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത്രയും പ്രയാസകരമായ ജീവിതമാണ് അവർക്കുള്ളത്. അവരെ ഉപദ്രവിക്കാൻ, ആ ഉപദ്രവത്തിൽ ആസ്വദിക്കാൻ ഒരു വിഭാഗം ആളുകൾ പുറത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം നോക്കൂ. ഈ പറയുന്ന മുത്തഖീങ്ങളായ നല്ലവരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്റെ ഇലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗവും
ഈ പറയുന്ന അക്രമകാരികളായ ആളുകളും സർവ്വ സുഖലോലുമതയിൽ ജീവിക്കുന്ന ആളുകളും എല്ലാം സമമാകുകയാണ്. ഒരിക്കലും സമമല്ല. ഈ ലോകത്തിന് ഒരു ലക്ഷ്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരും. കാരണം ഇവിടെ ഒരുപാട് സാധുക്കൾ മദ്ലൂമ്യങ്ങളായി ആക്രമിക്കപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട്. അവർക്കൊരു നീതിയും അവിടെ ലഭിക്കുന്നില്ല. എന്നാൽ അക്രമികളായ ഒരുപാട് ആളുകൾ അവർ ആ നിലക്കുള്ള അക്രമങ്ങൾ അയച്ചുവിടുകയും സർവ്വ സുഖലോലുമതയിൽ ജീവിക്കുകയും അതിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ഒരു നീതി ഇല്ലാത്ത ഒരു ലോകമായി അങ്ങനെ അങ്ങ് തീർന്നു പോകുക, ഒരു യഥാർത്ഥ നീതി ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാവരും മരിച്ചു പോകുക, അതൊരിക്കലും ഉണ്ടാവുകയില്ല. അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, അള്ളാഹുവിന്റെ ചോദ്യമാണ്. മുസ്ലിമീങ്ങളെയും അതേപോലെ തന്നെ കുറ്റവാളികളായ ആളുകളെയും നാം ഒരുപോലെയാക്കുമോ? മാലക്കും കൈഫ തഹ്കുമൂൻ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? ഈ പറയുന്ന അക്രമം അഴിച്ചുവിടുന്ന ആളുകളൊക്കെ ഒന്നുമില്ലാതെ വളരെ സുഖലോലുപതയിൽ ജീവിച്ചു മരിച്ചു കഴിഞ്ഞു, ഇനി അവർക്കൊന്നും ചിന്തിക്കാനില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. പ്രയാസം അനുഭവിച്ച ആളുകൾക്ക് പ്രതിഫലമില്ലാതെ അവരിങ്ങനെ ഈ ലോകത്ത് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരില്ല. പക്ഷെ അവർക്കൊക്കെ ജനിച്ചത് മുതൽ രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ബാല്യം മുതൽ രോഗത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. യൗവനം മുതൽ ആ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരു ആസ്വാദനം പോലും തിരിച്ചറിയാത്ത പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. എപ്പോഴും കണ്ണീരുകളും ബുദ്ധിമുട്ടുകളുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ഇവർക്കൊന്നും ഈ അനുഭവിച്ച യാതനക്കും വേദനക്കും ഒന്നും ഒരു പ്രതിഫലമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ ലോകമെന്ന് സഹോദരങ്ങളെ ഒരിക്കൽ നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിശൂന്യർ. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ എന്ത് ബുദ്ധിമുട്ടാകട്ടെ, എന്ത് പ്രയാസമാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗീയ ജീവിതം അവർക്ക് നൽകുന്നതായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കുമെന്ന്? അവൻ തോന്നിയതുപോലെയൊക്കെ ജീവിച്ചിട്ട് ആരും ചോദിക്കുകയും പറയുകയൊന്നുമില്ല. ആര് ഉപദ്രവിച്ചാലും പ്രയാസപ്പെടുത്തിയാലും ആരാരും അറിയാതെ എത്രയോ ആളുകളെ ഉപദ്രവിക്കുന്നവരുണ്ട്. സാധുക്കളായ ആളുകളെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. ഇവരിങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചുപോയാൽ ഇവരെ കുറിച്ച് ആർക്കും ഒരു വിചാരണയുമില്ലാതെ വെറുതെ വിട്ടേക്കുമെന്ന് അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് മനുഷ്യനെയും ജിന്നിനെയും പടച്ചതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും പ്രത്യേകിച്ച് ലക്ഷ്യമില്ല എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരെ പറയാൻ പ്രേരിപ്പിച്ചത് അത് അവർ ആഴത്തിൽ പഠിച്ചുകൊണ്ട് പറയുന്ന കാര്യമല്ല, മറിച്ച് കേവലം ഊഹവും ആഗ്രഹങ്ങളും മാത്രമാണത്. തങ്ങളുടെ തിന്മകളും അതിക്രമങ്ങളും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് സ്വയം സമാധാനിക്ക് മാത്രമാണ് പലരും ചെയ്യുന്നത്. അതല്ലാതെ ഇതിന് വ്യക്തമായ തെളിവുണ്ടായിട്ടല്ല. അവരങ്ങനെ സമാധാനിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് തിന്മകളൊക്കെ അവർക്ക് ചെയ്യണം. അപ്പൊ ആ ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് സൃഷ്ടാവില്ല. അവരങ്ങനെ ബുദ്ധിപൂർവമായി ചിന്തിച്ച് കണ്ടെത്തിയ കാര്യമല്ല അത്. അവർ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ദീനം, അങ്ങനെ ഒരു നിയമവും, അങ്ങനെ ഒരു പ്രവാചകൻ അനുസരിക്കേണ്ട ബാധ്യതയും, അങ്ങനെ ഒരു സൃഷ്ടാവിന് അനുസരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നമ്മളൊക്കെ ഫ്രീ തിങ്കേഴ്സാണ്. സ്വതന്ത്ര ചിന്തയിലൂടെ നമുക്ക് വേണ്ടതുപോലെ ജീവിക്കേണ്ട ആളുകളാണ് എന്നാണ് അവർ പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖാല അൽ മലഉ മിൻ ഖൗമിഹി, ആ പ്രവാചകന്റെ ആ കൂടെ നിന്ന ആളുകൾ പറഞ്ഞു, അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, വകദ്ദബു ബിലിഖാഇൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ച് ആഖിറത്തുണ്ട് എന്നതിനെ നിഷേധിച്ച ആളുകൾ, വഅത്രഫ്നാഹും ഫിൽ ഹയാത്തിദ് ദുനിയ, നമ്മൾ ഭൂമിയിൽ നല്ല സുഖസൗകര്യം നൽകിയ ആ ആളുകൾ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? മാ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ അതൊരു സാധാരണ മനുഷ്യനാണ്. യഅ്കുലു മിമ്മാ തഅ്കുലു മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങളെ പോലെ ഭക്ഷണം കഴിക്കും, നിങ്ങളെ പോലെ വെള്ളം കുടിക്കും. ഈ വ്യക്തിയുടെ വാർത്തകളോ ഈ വ്യക്തിയുടെ വർത്തമാനങ്ങളോ നമ്മൾ പ്രത്യേകം പ്രാധാന്യത്തോടുകൂടി കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കേൾക്കേണ്ട. ആരാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ, ആ പ്രവാചകന്റെ വാക്കുകൾക്കൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ. എന്നിട്ട് അവർ പറഞ്ഞു, വലൈൻ അതഅതും ബശറൻ മിസ്ലകും ഇന്നകും ഇദൻ ലഖാസിറുൻ, അവർ ചുറ്റും കൂടി ആളുകൾ വിളിച്ചുകൂട്ടി പറയും, ഇതേപോലത്തെ ഒരു മനുഷ്യനെയൊക്കെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരാണെന്ന് ഈ പറയുന്ന ധിക്കാരികൾ പറയും. എന്നിട്ട് അവർ ചോദിക്കും പരിഹാസത്തോടുകൂടി, അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇദാമൻ അന്നകും മുഖ്റജൂൻ, നിങ്ങൾ മരിക്കുകയും മണ്ണും അതേപോലെ തന്നെ നിങ്ങൾ അസ്ഥികൂടങ്ങളെല്ലാം തന്നെ മണ്ണോട് ചേരുകയും ചെയ്താൽ നിങ്ങൾ പിന്നീട് വീണ്ടും ജീവനോട് പുറത്തു വരും എന്നാണോ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ, നിങ്ങൾ ഈ പറയുന്ന വാഗ്ദാനമൊക്കെ എത്രയോ വിദൂരം, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വ്യാമോഹിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനെ കത്തിച്ച് ചാമ്പലാക്കുന്നുണ്ട്,
വെണ്ണീരായിത്തീരുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചിടുന്നുണ്ട്. അങ്ങനെ കുഴിച്ചിട്ടാൽ മണ്ണോട് മണ്ണ് ചേരുന്നുണ്ട്, അസ്ഥികൂടങ്ങൾ പോലും ഇല്ലാതായിത്തീരുന്നുണ്ട്. ഇതൊക്കെ വീണ്ടും ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഇത് കേവലം ഒരു ദുനിയാവാണ്. നമൂതു വനഹ്യ, നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. വമാ നഹ്നു ബിമബ്ഊസീൻ, അങ്ങനെ നമ്മളൊരു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയൊന്നുമില്ല എന്ന് കാഫിറുകൾ പറയും. വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, അവർ പറഞ്ഞു ഇതൊരു ദുനിയാവാണ്. നമൂതു വനഹ്യ, നമ്മൾ ജീവിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യും. വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ, കാലമാണ് നമ്മളെ നശിപ്പിച്ചത്. വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യظنون, അല്ലാഹു തആല പറയാണ് അവർക്ക് ഇതിനൊന്നും യാതൊരു അറിവുമില്ല, വെറുതെ ഊഹിച്ചുകൊണ്ട് പറയുക മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ നിലക്ക് ദുനിയാവിനെ, ലോകത്തെ കാണുന്ന ഒരുപാട് ആളുകളെ കാണും. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ദേഹേച്ഛകളെ അവരുടെ ആരാധ്യന്മാരാക്കി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് തിന്നണം, കുടിക്കണം, രമിക്കണം, ലഹരി വേണം, ആ രൂപത്തിൽ ഹറാമുകൾ ഭോഗിക്കണം. ഈ രൂപമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവർ സ്വയം സമാധാനിക്കാൻ വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ്. ഇതിനൊന്നൊരു ലക്ഷ്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചടിച്ചു പൊളിച്ചു മതി, അങ്ങനെ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ചതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. മനുഷ്യനെയും ജിന്നുവർഗത്തെയും ഈ കാണുന്ന മൃഗങ്ങളെയും എല്ലാത്തിനെയും പടച്ചതിന് പിന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, നാം ഇതാ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ടല്ലാതെ നാം മനുഷ്യനെയും ജിന്നുവർഗത്തെയും പടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജനങ്ങളുടെ ഇബാദത്ത് എന്തിനാണ്? അല്ലാഹു എന്ന് പറയുന്നത് എല്ലാത്തിനെയും പടച്ചവനല്ലേ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനല്ലേ, അവൻ എന്തിനാണ് ഈ മനുഷ്യരോട് അവനെ ഇബാദത്ത് ചെയ്യാൻ പറയുന്നത്? സഹോദരങ്ങളെ, അതിന് പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ലോകത്ത് ഇബാദത്തുകൾക്ക് അർഹതയുള്ളൂ എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹുവിനല്ലാതെ ഇബാദത്തുകൾക്ക്, ആരാധനകൾക്ക് അർഹമായി മറ്റാരുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നത്. കാരണം മനുഷ്യർക്ക് അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ ശരീരത്തിൽ തന്നെ, അവരുടെ കയ്യിൽ തന്നെ ഉള്ള കാര്യമാണ്, അവരുടെ ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ് അവർ അടിമകളാണ് എന്നുള്ള കാര്യം. അവർക്ക് ഒരു സൃഷ്ടാവിനെ കണ്ടെത്തേണ്ടതായ ആ ഒരു ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ലോകത്തുള്ള ബഹുഭൂരിപക്ഷവും അവർ ആരല്ല, സ്വതന്ത്ര ചിന്തകരല്ല. നോക്കൂ, ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യർക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെപ്പോഴും ഒരു സൃഷ്ടാവിന്റെ പിന്നാലെ പോകുന്നത്. അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യത്തിലാണ് മനുഷ്യരെല്ലാവരും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ലോകം മുഴുവനും ഉള്ളത് ഒരിക്കലും തന്നെ റബ്ബിനെ നിഷേധിക്കുന്ന ആളുകളല്ല. ലോകത്തെ ബഹുഭൂരിപക്ഷവും ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ലോകത്തിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യത്തെ അംഗീകരിക്കുന്നവരാണ്. ഇവർ ഈ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ ബുദ്ധിയുള്ള കോടാനുകോടി മനുഷ്യരെന്തേ ഇവരെ പോലെ സൃഷ്ടാവിനെ നിഷേധിക്കുന്നവരായി തീർന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? കോടാനുകോടി മനുഷ്യർ ഒരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ പടച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ അല്ലാഹുവിന് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ, ആരാധനക്ക് അർഹതയുള്ളൂ. കാരണം എന്താണ്? കാരണം ആളുകൾ ആരാധിക്കുന്നതായ മറ്റ് എല്ലാത്തിനെയും നിങ്ങൾ നോക്കിക്കോളൂ, അവർക്കൊന്നും തന്നെ ആരാധിക്കാൻ അർഹതയില്ല. കാരണം അവരൊന്നിനെയും പടച്ചിട്ടില്ല, അവരൊന്നിനെയും നിയന്ത്രിക്കുന്നില്ല. സ്വന്തത്തിന്റെ കാര്യത്തെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ കാര്യങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നബിയെ പറയുക, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്താണത്? മാദാ ഖലഖൂ മിനൽ അർദ്, അവർ ഭൂമിയിൽ എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു നസാറാക്കൾ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആണോ ആകാശഭൂമികളെ പടച്ചിട്ടുള്ളത്? അല്ല എന്ന് അവർക്ക് തീർച്ചയായും അറിയാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്നവരാണ് അവർ. അപ്പോൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണതാണ്. മറിയം അദ്ദേഹത്തിന്റെ ഉമ്മയാണ് എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിയതല്ല. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഏതൊരു കുട്ടിയെയും പോലെ 10 മാസം ആ വയറ്റിൽ കിടന്ന് ജനിച്ചു വന്ന ആളാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് അവർക്കറിയാം. പക്ഷെ ആളുകൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്?
അദ്ദേഹത്തിന് മുമ്പ് തന്നെ ലോകമുണ്ട്. ലോകത്തിന്റെ നിയന്ത്രണം ആരോ ഏറ്റെടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ നിയന്ത്രണം നടക്കുന്നുണ്ട്. അദ്ദേഹം ഉമ്മയുടെ വയറ്റിലായപ്പോഴും അദ്ദേഹത്തിന് വേണ്ട പോഷകങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറയുന്ന സൃഷ്ടാവായി തീരുക? ഒരിക്കലും ആവുകയില്ല. ഇനി നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹു അല്ലാത്ത ആളുകളോട്, വ്യത്യസ്ത ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ. ഈ പറയുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒരു പുൽക്കൊടിയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഇനി അമ്പിയാക്കളോടും മുർസലീങ്ങളോടും സാലിഹ്യങ്ങളോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന, അവരോടൊക്കെ സഹായം തേടുന്ന, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതായ ആരാധന കർമ്മങ്ങളിൽ വല്ലതും കൊടുക്കുന്ന ആളുകളോടൊക്കെയുള്ള ചോദ്യമാണ്. ഈ പറയുന്ന ആളുകളോടൊന്നും ഇബാദത്തിന്റെ ഒരു അംശവും പ്രാർത്ഥനകളോ സഹായതട്ടങ്ങളോ ചെയ്യാൻ യാതൊരു അവകാശവും അവർക്കില്ല. കാരണം അവർ ഒന്നിനെയും പടച്ചിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആളുകളോട്, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് ആരാധിക്കുന്നവരോട് ചോദിച്ചില്ലേ, യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഊ ലഹ്, മനുഷ്യരെ നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുകയും. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ലൻ യഖ്ലുഖു ദുബാബ വലൗ ഇജ്തമഊ ലഹ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ പോലും അവർക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ ഈ പറയുന്ന ആരാധ്യ വസ്തുക്കൾക്ക്, ഇവിടെയുള്ള പുണ്യപുരുഷന്മാരെന്ന് പറയുന്ന ആളുകൾക്ക്, പുണ്യാളന്മാരെന്ന് പറയുന്ന ആളുകൾക്ക്, ആരാധിക്കപ്പെടുന്ന പല ജാതി പല മതങ്ങളിൽ വ്യത്യസ്തങ്ങളായ മനുഷ്യരും പുണ്യാത്മാക്കളും ഒക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരുണ്ട്, മനുഷ്യരുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും, ഒരാളെ മാത്രം വെല്ലുവിളിക്കുന്നില്ല, എല്ലാവരും പരസ്പരം സഹായിച്ചു കൊള്ളട്ടെ, എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. ഇനി അത് വേണ്ട, ഇനി ഒരു ഈച്ച അവരുണ്ടാക്കുന്നില്ല. അള്ളാഹു ഉണ്ടാക്കിയ ഒരു ഈച്ച അവരുടെ അടുക്കൽ നിന്നോ, അവരുടെ ഭക്ഷണത്തിൽ നിന്നോ, അവരുടെ കയ്യിലുള്ള വല്ല വസ്തുവിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ വന്ന് ഇരുന്ന് എടുത്തു കൊണ്ടുപോകുമ്പോൾ അത് തടയാൻ പോലുമുള്ള കഴിവ് ഈ പറയുന്ന ആർക്കുമില്ല. ഒരു വിഗ്രഹത്തിന്റെ മേൽ ഈച്ച വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നു. ഒരു മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന ദൈവമായി കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്, പുണ്യാളന്മാരുണ്ട്. ഇവരുടെ അടുക്കൽ നിന്ന് ഇവർ കഴിക്കുന്ന കാര്യത്തിൽ നിന്നും ഈച്ച വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുപോകുന്നു. അത് മോചിപ്പിച്ചെടുക്കാൻ പോലും അവർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഇവരോടൊക്കെ ചോദിക്കുന്നവരും ദുർബലരാണ്, ചോദിക്കപ്പെടുന്നവരും ദുർബലരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചവനായിരിക്കണം, അതിനെ പരിപാലിക്കുന്നവനായിരിക്കണം, അതിന്റെ എല്ലാം നിയന്ത്രണമുള്ളവനായിരിക്കണം. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരുമില്ല. അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് ഒരു വേദഗ്രന്ഥത്തിന്റെ ആളുകൾക്കും ഒരു മതത്തിന്റെ ആളുകൾക്കും മതമില്ലാത്തവർക്കും ഒരാൾക്കും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? അവൻ ഈ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ് യഥാർത്ഥത്തിൽ അവന് വണങ്ങുക എന്ന് പറയുന്നത്. അള്ളാഹുവാണ് നമുക്ക് ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും തന്നിട്ടുള്ളത്. നമ്മൾ ആരും തന്നെ ഈ ദുനിയാവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒന്നും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ല. ഒന്നുമില്ലാത്തവരായ നഗ്നരായിക്കൊണ്ടാണ് ഓരോരുത്തരും അവരുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവരുടെ കൈകളിൽ ഒന്നുമില്ല, അവരുടെ കയ്യിൽ പണമില്ല, അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വരുന്ന ആളുകൾക്കെല്ലാം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം ഉണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ കീഴൊതുങ്ങിക്കൊണ്ട് അവന് മാത്രം വണങ്ങിക്കൊണ്ട് നിങ്ങൾ അവനെ ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, അള്ളാഹുവാണ് നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങൾക്കും യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും എല്ലാം നൽകുകയും ചെയ്തു. ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി. സഹോദരങ്ങളെ, പറഞ്ഞതിന് ചുരുക്കം, ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് അവന് മാത്രം കീഴൊതുങ്ങി അവൻ പറയുന്നത് പോലെ ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ ആരും ഈ ദുനിയാവിലേക്ക് പടക്കപ്പെട്ടത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യരും ജിന്നുകളും ഈ ദുനിയാവിൽ പടക്കപ്പെട്ടിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള കോടാനുകോടി മനുഷ്യരുടെ തിരക്കും ബഹളവും ഒക്കെ കാണുമ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് വിസ്മരിച്ചു പോകും.
നമ്മൾ പോലും അശ്രദ്ധയിലായി പോകും. കാരണം ഒരുപാട് മനുഷ്യരുടെ പരിശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ്. പലതിനും വേണ്ടി അടിപിടി കൂടുന്ന ആളുകൾ, പലതിനും വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം അവർ മരിച്ചു പോവുകയാണ്. പക്ഷേ അവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ പോവുകയാണ്. ആ നിലക്കാണ് ആളുകൾ ജീവിക്കുന്നത്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങളോ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ പടക്കപ്പെട്ടത് എന്നുള്ള കാര്യമോ മറന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ, മനുഷ്യനെ നോക്കൂ സഹോദരങ്ങളെ, രാവിലെ മുതൽ അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. നേരത്തെ എഴുന്നേറ്റ് അധ്വാനിക്കുന്ന ആളുകളുണ്ട്, പാതിര വരെ അധ്വാനിക്കുന്ന ആളുകളുണ്ട്, പകല് മുഴുവനും അധ്വാനിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് നിന്റെ യഥാർത്ഥ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു നോക്കുമ്പോൾ, പലപ്പോഴും ചോദിക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ വിരളമാണ്, കുറവാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പഠിച്ചിട്ടുള്ളത്. ആ ഇബാദത്തുകൾ എവിടെയാണ് ഞാൻ ചെയ്യുന്നത്? ആ ഇബാദത്തുകൾ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിച്ചേക്കാം, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ കുറച്ചു നേരമൊക്കെ ഉള്ളൂ. രാവിലെ മുതൽ നമുക്ക് നിസ്കരിക്കാനൊന്നും ഇല്ലല്ലോ, 5 നേരം നിസ്കരിക്കാനേ ഉള്ളൂ. അതിനൊരു മണിക്കൂർ പോലും എടുക്കുകയില്ല. വർഷത്തിൽ ഒരിക്കലാണ് നോമ്പെടുക്കാനുള്ളത്. അങ്ങനെയൊക്കെ ആണല്ലോ ഇബാദത്തുകൾ. അപ്പോൾ മുഴുവൻ വിവാദത്തിനാണെന്ന് പറയുമ്പോൾ നമ്മൾ പലതും ഒക്കെ ചെയ്യുന്നില്ലേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, നമ്മൾ പല വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ദുനിയാവിന്റെ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് പഠിച്ചത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ നമുക്ക് ഒരുക്കി നൽകിയിട്ടുള്ളത് നമുക്ക് ഇബാദത്തിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, മാ ഉരീദു മിൻകും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നും അള്ളാഹുവിന് എന്തെങ്കിലും ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. നിങ്ങളുടെ ബാധ്യത ഈ പറയുന്ന റിസ്ക് ഉപയോഗിച്ച്, ഭക്ഷണം ഉപയോഗിച്ച്, വെള്ളം ഉപയോഗിച്ച്, ഈ കാണുന്ന ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പലപ്പോഴും ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവാത്തത്, നമ്മൾ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അപ്പൊ നമ്മളും സ്വാഭാവികമായി മറന്നു പോവുകയാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്ക്, നമ്മൾ ഉറങ്ങുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഉറങ്ങുന്നത്? സഹോദരങ്ങളെ, നമുക്ക് നേരം പുലർന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഫജ്ർ നിസ്കരിക്കാനുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുണ്ട്, ദിക്റുകൾ ചെയ്യാനുണ്ട്, പിന്നീട് നമുക്ക് ളുഹർ നിസ്കരിക്കാനുണ്ട്, അസ്ർ നിസ്കരിക്കാനുണ്ട്, മഗ്രിബ് നിസ്കരിക്കാനുണ്ട്, ഇശാ നിസ്കരിക്കാനുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുണ്ട്. അതിൽ ആളുകളെ സഹായിക്കുന്നത് ഇബാദത്താണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത് ഇബാദത്താണ്, മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാം ഇബാദത്തുകളാണ്. ഈ പറയുന്ന നന്മകളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്, ഉറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, നമ്മൾ ജോലിക്ക് പോകുന്നത്. ഇതെല്ലാം ഈ ഇബാദത്തിന് സഹായകമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ തിരിച്ചറിവില്ലെങ്കിൽ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ, യഥാർത്ഥ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? ദുനിയാവിന്റെ പിന്നാലെ പോകും. ആളുകൾ ജോലി ചെയ്യുന്നത് ഇബാദത്തിന് സഹായകമാകാനാണ് എന്ന് മറന്നുകൊണ്ട് ജോലിക്ക് വേണ്ടി ഇബാദത്തുകൾ ഉപേക്ഷിക്കാൻ ആളുകൾ തുടങ്ങിയിരിക്കുന്നു. അല്ലെ, നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് കാരണമായി പറയുന്നത് എന്റെ ജോലിയാണെന്നാണ്. യഥാർത്ഥത്തിൽ നിസ്കരിക്കാനാണ് ജീവിക്കുന്നത്, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തു നിന്നും ഒരാൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ അവന് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കും എന്ന് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമമാക്കി അവൻ അവിടുന്ന് മാറി താമസിക്കാം. ആ നാട് മാറി മറ്റൊരു നാട്ടിലേക്ക് മാറാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് മക്കയാണ് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്, പക്ഷേ മദീനയിലേക്ക് ഇഷ്ടപ്പെട്ട നാട് ഒഴിവാക്കി പോകാനുള്ള കാരണം എന്താ? കാരണം അവിടെ നിന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അള്ളാഹ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. നിസ്കരിക്കുമ്പോൾ പ്രയാസപ്പെടുത്തുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്, ആളുകൾക്ക്, സ്വഹാബികൾക്ക് പീഡനങ്ങൾ അനുഭവിക്കുകയാണ്, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇബാദത്ത് ഒഴിവാക്കിക്കൊണ്ട് എന്റെ നാടിനെ കെട്ടിപ്പിടിച്ചിരിക്കുക എന്നല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതം. നീ കുറച്ച് അല്പം മാറി താമസിച്ചിട്ടാണെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. പക്ഷേ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിട്ട്, എല്ലാവിധ നിർഭയത്വങ്ങളും ആളുകൾക്ക് ലഭിച്ചിട്ട് ആ നിലക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് വേണ്ടി ആളുകൾ ഇബാദത്തുകൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന കാര്യങ്ങൾ ആളുകൾ ഒഴിവാക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും തടസ്സമുണ്ടാക്കുന്ന വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒഴിവാക്കേണ്ടത്? ആ പറയുന്ന തടസ്സങ്ങളെയാണ് ഒഴിവാക്കേണ്ടത്. ഇബാദത്തിന് വല്ല തടസ്സവും ഉണ്ടായാൽ, അല്ല ഒരാൾക്ക് ഒരു ജോലി ഇട്ടുകയാൽ ആ ജോലിയിലേക്ക് പ്രവേശിച്ചാൽ അയാൾക്ക് നിസ്കരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് ആ ജോലി. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ജോലി ചെയ്യാനല്ല അവൻ ജനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ ഒരാൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ 5 നേരം നിസ്കരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ കച്ചവടം ഒഴിവാക്കണം, 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കണം, ഒരു സംശയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം 5 നേരം നിസ്കരിക്കാനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നെ ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യരെയും ജിന്നുകളെയും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ജോലിക്ക് വേണ്ടി റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന ഒഴിവാക്കുന്നു, അതുപോലെ തന്നെ കച്ചവടത്തിന് വേണ്ടി റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഭാഗത്തിൽ പെട്ടതാണ് അവളുടെ ശരീരം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ അവൾ പാലിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുവൾ ന്യായം പറയുകയാണ്, എന്റെ ജോലി സ്ഥലത്ത് അത് അനുവദിക്കുകയില്ല, എന്റെ പഠന സ്ഥലത്ത് അത് അനുവദിക്കുകയില്ല, ഇന്ന സ്ഥലത്ത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്, ഞാൻ ഇതിനല്ല ഇവിടെ പടക്കപ്പെട്ടത്, ഞാൻ ഈ സ്ഥലത്ത് പോയി ജോലി എടുക്കാനല്ല അള്ളാഹു തആല എന്നെ പഠിച്ചത്. നാളെ ഖബറിലേക്ക് പോയാൽ നീ ഇന്ന സ്ഥലത്ത് പോയി ജോലി ചെയ്തോ എന്നല്ല അള്ളാഹു നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നീ പഠിച്ചോ എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പോകുന്നത്. നീ എന്നെ കൃത്യമായി ഇബാദത്ത് ചെയ്തു, ആ ഇബാദത്ത് കൃത്യമായി എന്നിൽ നീ അർപ്പിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇബാദത്തിന് തടസ്സമാകുന്ന എന്ത് കാര്യമുണ്ടോ അതാണ് നമുക്ക് ഉപേക്ഷിക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതം തന്നെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ എന്നാണ്. ഇതെല്ലാം വെറുതെ പടക്കപ്പെട്ടതാണ്. ഇതിന് യാതൊരു ലക്ഷ്യവുമില്ല ഈ സൃഷ്ടിപ്പിന്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മതത്തിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്താൽ മതി, ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിൽ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതി. യഥാർത്ഥ സൃഷ്ടാവ് ആരാണെന്നും എല്ലാത്തിനെയും പടച്ചവൻ ആരാണെന്നും എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവർക്ക് തെറ്റി. അതല്ലേ യഹൂദരും നസ്രാണികളും അവർ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? അവർ പറഞ്ഞു, യഹൂദ മതം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. യഹൂദ മതം വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈ. യഹൂദർ പറഞ്ഞു, നസാറാക്കളൊന്നുമല്ല, നിങ്ങൾ നസ്രാണികളാകരുത്. വഖാലത്തിൽ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈ. നസാറാക്കൾ തിരിച്ചും പറഞ്ഞു, യഹൂദികളൊന്നുമല്ല, നിങ്ങൾ യഹൂദികളാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് വഹും യത്ലൂനൽ കിതാബ്, അവർ കിതാബ് ഇങ്ങനെ പാരായണം ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. കദാലിക ഖാല അല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹി. അറിവില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ തെളിവില്ല. അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നവർക്ക് തെളിവില്ല. ഉസൈറിനെ അതിനെ പ്രാർത്ഥിക്കുന്നവർക്ക് യഹൂദർക്ക് അവർക്ക് പ്രത്യേക തെളിവുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കണം എന്നുള്ളത് അവരുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട്, നസാറാക്കളുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഒരു മതത്തിൽ ചേർന്നാൽ മതി എന്ന വ്യാമോഹങ്ങളുണ്ട്. അല്ലാഹു തആല പറയുന്നു, ലൈസ ബി അമാനിയിക്കും, നിങ്ങളുടെ വ്യാമോഹം പോലെ അല്ല കാര്യം. വല അമാനി അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിന്റെ വ്യാമോഹങ്ങൾ പോലെയുമല്ല കാര്യം. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ആരാണോ മോശം പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ്. വലാ യജിദു ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ, അവർക്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഒരു രക്ഷകനായിട്ടോ സഹായിയായിട്ടോ ആരെയും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം, അതായത് ഞാൻ മുസ്ലിമായി എന്ന പേര് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ ജീവിതലക്ഷ്യം പൂർത്തിയാക്കുന്നില്ല. മറിച്ച് ഇല്ലാ ലിയഅ്ബുദൂൻ, കേവലം മുസ്ലിമായിട്ട് കാര്യമില്ല, അവൻ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. വമൻ യഅമൽ മിനസ് സാലിഹാതി മിൻ ദക്രിൻ വഉൻസ വഹുവ മുഅ്മിൻ, ആരാണോ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നത്, ആണാകട്ടെ പെണ്ണാകട്ടെ, വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറ, അവരാണ് മുഅ്മിനായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവരോട് ഒരു അനീതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ യഹൂദിയാണ്, നസ്രാണിയാണ്, ഒരു മുസ്ലിമാണ് ഇത് കേവലം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഒരു മുസ്ലിമിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് പൂർത്തിയാക്കാതെ ഒരാൾക്കും ഒരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ആയത്ത് എപ്പോഴും പ്രസക്തമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹുമ്മ അല്ലിഹുൽ ഖുർആന വ തഅവീലഹു, അല്ലാഹുവേ ഖുർആനും അതിന്റെ വ്യാഖ്യാനവും നീ പഠിപ്പിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മഹാനായ സ്വഹാബിയാണ് അവിടുത്തെ പിതൃവ്യ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തിന് ഖുർആനിലെ ഓരോ ആയത്തുകളെ കുറിച്ചും അതിന്റെ ഉദ്ദേശം എന്താണ്, വിശദീകരണം എന്താണെന്ന് കൃത്യമായി അറിയുന്ന സ്വഹാബിയാണത്. അദ്ദേഹം പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ
ലിയുവഹിദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക, തൗഹീദിൽ അധിഷ്ഠിതമായി റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നവർ, മറ്റുള്ളവരോട് സഹായം തേടുന്നവർ, അവർ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കിയ ആളുകളല്ല. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അർപ്പിക്കാവൂ. പ്രാർത്ഥന അത് ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത് ഇബാദത്ത്, ദുആ അത് ഇബാദത്താണ്, അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട്, അവരെത്ര വലിയ അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ച ആളാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, അതല്ലാത്ത സാലിഹീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, ആരുമാകട്ടെ, പ്രാർത്ഥന അവരോട് നടത്തിയാൽ അതിന് പ്രാർത്ഥന എന്ന പേരിൽ നടത്തുന്നവരുണ്ട്, അതല്ലെങ്കിൽ സഹായതേട്ടം എന്ന പേരിൽ നടത്തുന്നവരുണ്ട്. എന്ത് തന്നെയായാലും അത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ല. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാത്ത ആളുകൾ ഒരിക്കലും വിജയിക്കുകയുമില്ല. കാരണം ഈ ജീവിതം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും ആ ലക്ഷ്യപൂർത്തീകരണത്തിന്റെ പ്രതിഫലമായി നാളെ സ്വർഗീയ ഭവനം ഒരാൾക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരോട് നാം കൽപ്പിച്ചിട്ടില്ല, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യാൻ, മുഖ്ലിസീന ലഹുദ്ദീൻ, അവന് മാത്രം ദീൻ അവന് മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി മറ്റൊരാളുടെ പ്രതിഫലമോ മറ്റൊരാളിലേക്കോ അവന്റെ ഇബാദത്തുകൾ വകമാറ്റാതെ പൂർണ്ണമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് മാത്രമാണ് സഹോദരങ്ങളെ ആ ഇബാദത്ത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റാനും പറഞ്ഞു. വമാ ആതാകുമുർ റസൂല ഫഖുദൂഹു, എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, എന്താണ് റസൂൽ നിങ്ങളോട് വിലക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യാനും ആ ചെയ്യേണ്ട ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു ചെയ്യാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നു അതിൽ എന്റെ കൽപ്പന ഇല്ല എങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അല്ലാഹു തആലക്ക് മാത്രമായിരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അഥവാ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ മതക്കാരോടും എല്ലാ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ മുഴുവനും ഞാൻ പടച്ചിട്ടുള്ളത് നിങ്ങൾ എനിക്ക് മാത്രം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ പടച്ചിട്ടില്ല. എനിക്ക് മാത്രം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചിട്ടില്ല എന്നാണ് നാം ഇന്ന് പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അല്ലാഹുവാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചത്, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. മഹാനായ താബിഈ ഫുദൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹ്സനുഹു, ഏറ്റവും നല്ലത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖ്ലസുഹു വ അസ്വബുഹു എന്ന് പറഞ്ഞു. ഇഖ്ലാസ് ഉള്ളതും സവാബുള്ളതും ശരിയായതും എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, യാ അബ അലി മാ അഖ്ലസുഹു വ അസ്വബുഹു, ഇഖ്ലാസ് ഉള്ളതും ശരിയായതും എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകൂടി വ്യക്തമാക്കി പറയും. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ ലില്ലാഹ് വലം യകുൻ സവാബൻ ലം യുഖ്ബൽ, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി ഇഖ്ലാസോടുകൂടി ചെയ്തു, പക്ഷേ അവൻ അത് ശരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ചെയ്തിട്ടില്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. വൈദാ കാന സവാബൻ, എന്നാൽ ഒരാൾ സുന്നത്ത് അനുസരിച്ച് ചെയ്തു,
വലം യകുൻ ഖാലിസൻ, എന്നാൽ ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, മറ്റുള്ള ആളുകൾക്കാണ് നൽകിയത്, പ്രാർത്ഥന മറ്റുള്ളവർക്കാണ് നൽകിയത്. അല്ലെങ്കിൽ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവർ തന്നെ പ്രശംസിക്കണം, മറ്റുള്ളവർ പുകഴ്ത്തണം, ആ രൂപത്തിൽ ഇബാദത്തുകൾ ആളുകൾ ഇഷ്ടപ്പെടണം എന്നാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യകൂന സവാബൻ ഖാലിസ, അതുകൊണ്ട് സുന്നത്തിനനുസരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചത്. ആരാണ്? ഇഖ്ലാസോടുകൂടി സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചിട്ടുള്ളത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുക, നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ ജീവിതം അതെങ്ങനെയാണ്? ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കുന്ന രൂപത്തിലാണോ ജീവിക്കുന്നത്? അതല്ല ആ ലക്ഷ്യം മറന്നുകൊണ്ട് എൻ്റെ ദുനിയാവിന് പിന്നാലെയാണോ ഞാൻ പോകുന്നത്? ഞാൻ എന്തെല്ലാം ഫർളുകൾ ഉപേക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നാളെ ഒരു വിചാരണയുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ വിചാരണ ചെയ്യുക. എൻ്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? അത് നന്നായി ശരിയാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പടച്ചത്, പക്ഷേ ആ നിസ്കാരത്തിൽ ഞാൻ ചൊല്ലുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് അറിയുന്നില്ല. ആ നിസ്കാരത്തിൽ ഞാൻ ചൊല്ലുന്ന ഫാത്തിഹയുടെ അർത്ഥം പോലും എനിക്ക് അറിയുന്നില്ല. നിസ്കാരം എനിക്ക് തെറ്റുന്നതോ ശരിയാകുന്നതോ പോലും അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നില്ല. ചെറുപ്പം മുതൽ, ജനിച്ചത് മുതൽ തന്നെ ഞാൻ ഈ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ ഭൗതിക വിജ്ഞാനങ്ങൾ മാത്രമാണ്. ഇന്നും ആളുകൾ കുട്ടികളെ തള്ളിവിടുന്നതും അതിലേക്ക് മാത്രമാണ്. രാവിലെ 7 മണിക്കോ 8 മണിക്കോ മുതൽ കുട്ടി പഠനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൗതികമായ പഠനത്തിലേക്കാണ് അവർ തള്ളിവിടുന്നത്. വൈകിട്ട് തിരിച്ചെത്തുമ്പോഴും പിന്നീടും ട്യൂഷനും അതും ഇതും, അങ്ങനെ രാത്രി ഉറങ്ങുന്നതിനിടയിൽ ഒരിക്കൽ പോലും കുട്ടി, നീ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, ഈ ദുനിയാവിൽ നമ്മളൊക്കെ പടച്ചത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനാണ്, അതുകൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, അതിന് സഹായകമാകാനാണ് ഞാൻ ഈ ദുനിയാവിന്റെ വിദ്യാഭ്യാസം പഠിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. രക്ഷിതാക്കൾ പോലും അത് തിരിച്ചറിയുന്നില്ല. ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഇന്ന ജോലി ചെയ്യുന്നു, ഇന്ന കച്ചവടം ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് അതിന്റെ പണം സമ്പാദിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ ഇബാദത്തുകൾ നന്നാക്കാൻ. എനിക്കിവിടെ ദുനിയാവിൽ ജീവിക്കണം, ആ ജീവിക്കാൻ വേണ്ടി എനിക്ക് സമ്പത്ത് വേണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. പക്ഷേ പലരുടെയും കച്ചവടം കണ്ടാൽ അവൻ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ കച്ചവടക്കാരനാകണം എന്ന് തോന്നിപ്പോവുകയാണ്. ഒരിക്കലും ഇസ്ലാം കച്ചവടത്തെ നിരുത്സാഹപ്പെടുത്തുകയോ പണം സമ്പാദിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ ചെയ്യുന്നതിനോടൊപ്പം അവൻ ഉണ്ടായിരിക്കേണ്ട ചിന്ത, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എനിക്ക് കണ്ടുമുട്ടാനുണ്ടെന്ന ചിന്തയോടുകൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ ഈ സമ്പത്ത് അവന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന രൂപത്തിൽ, ദീനിന് സേവനം ചെയ്യുന്ന രൂപത്തിൽ അവൻ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ നല്ലൊരു കച്ചവടക്കാരന് ഏറ്റവും നല്ലൊരു മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ സാധിക്കും. കാരണം അവൻ ഉണ്ടാക്കുന്ന സമ്പത്ത് അവൻ അതിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും അള്ളാഹിന്റെ ദീനിന് വേണ്ടി സേവിക്കുകയും, അങ്ങനെ അവൻ തന്റെ കുടുംബത്തിന് ചെലവഴിക്കുമ്പോൾ പോലും ഇതിലൂടെ എല്ലാം റബ്ബിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുക. അതേതേത് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പരലോകം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളിലാകാതിരിക്കുക. സഹോദരങ്ങളെ, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ചെറിയ രൂപത്തിൽ മാത്രമാണ് വിശാലമായ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു നല്ല തുടക്കമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന മജ്ലിസുകൾ ഇനിയും നമ്മുടെ നാടുകളിൽ ഉണ്ടാവുകയും അള്ളാഹുവിന്റെ ദീൻ ആഴത്തിൽ പഠിക്കാൻ സാധിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി റബ്ബിന്റെ ദീനിലേക്ക് കൂടുതൽ മരണത്തോട് അടുക്കുമ്പോൾ കൂടുതൽ അടുക്കുകയും ഏറ്റവും നല്ല അവസ്ഥയിൽ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.